കേരളത്തിൽ കഴിഞ്ഞിരുന്ന 6 പാകിസ്ഥാനികൾ മടങ്ങിയിരിക്കുന്നു. താൽക്കാലിക വിസക്കാരാണ് മടങ്ങിയത്. ദീർഘകാല വിസയുള്ള 98 പേർ കേരളത്തിൽ തുടരുകയാണ്. ഇതിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടെന്നും അവരെ മടക്കി അയക്കേണ്ടതില്ലെന്ന് കേരള പോലീസ് വ്യക്തമാക്കുന്നു. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായുള്ളത്. ആനന്ദൻ, ഈ പാകിസ്ഥാൻ വിസ ഹോൾഡർമാരുടെ മടക്കം സംബന്ധിച്ച തീരുമാനം രാജ്യമെടുത്തിട്ടുണ്ട്. അതിൽ ചില വിസക്കാർക്ക് ഉടനടി 48 മണിക്കൂർ, ചില വിസക്കാർക്ക് കുറച്ചുകൂടി സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ബാക്കിയുള്ള പാകിസ്ഥാൻകാരുടെ മടക്കം സംബന്ധിച്ച തീരുമാനം എങ്ങനെയാണ്? അഭിലാഷ്, കശ്മീരിലെ ഭീകര ആക്രമണത്തെ തുടർന്നാണ് തുടരുന്ന പാക് പൗരന്മാർ രാജ്യം വിടണം എന്ന് കേന്ദ്രം നിലപാടെടുത്തത്. ഇതേ തുടർന്നാണ് സംസ്ഥാന പോലീസ് കേരളത്തിലുള്ള പാക് പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ചത്. കേരള പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ കേന്ദ്രം പാക് പൗരന്മാരെ പുറത്താക്കാനുള്ള നടപടി ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിലുണ്ടായിരുന്ന 6 താൽക്കാലിക വിസയുള്ള പാക് പൗരന്മാർ അവർ രാജ്യം വിട്ടു എന്നാണ് കേരള പോലീസ് പറയുന്നത്. അവർ നേരെ പാകിസ്ഥാനിലേക്കല്ല പോയിരിക്കുന്നത്, ഷാർജ, ദുബായ് പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് അവർ മടങ്ങിയത്. ഇതുകൂടാതെ ഏതാണ്ട് കേരളത്തിൽ ഈ താൽക്കാലിക വിസക്കാരടക്കം 104 പാക് പൗരന്മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പേർ പോയി. ഇനി 98 പേർ അവശേഷിക്കുന്നുണ്ട്. അവരിൽ കൂടുതലും ദീർഘകാല വിസ ഉള്ളവരാണ്. അതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. അങ്ങനെയുള്ളവർ രാജ്യത്തു നിന്ന് മടങ്ങേണ്ടതില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഇവരിൽ ഈ ഗൾഫിലൊക്കെയുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാർ അവിടെ പ്രണയിച്ച് പാക് പൗരന്മാരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവരിലുണ്ടാകുന്ന കുട്ടികളിലും പാക് പൗരന്മാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ മടക്കി വിടേണ്ടതില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി സംസാരിച്ച ശേഷം ഇപ്പോൾ കേരള പോലീസ് എടുത്തിരിക്കുന്ന നിലപാട്. അങ്ങനെ ഒരു വിശദീകരണമാണ് കേരള പോലീസ് നൽകുന്നത്. താൽക്കാലിക വിസയുള്ളവർ മടങ്ങേണ്ടി വരും. അങ്ങനെയുള്ള 6 പേർ കേന്ദ്ര നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അവരോട് ആവശ്യപ്പെടാതെ തന്നെ അവർ രാജ്യം വിട്ടു എന്നാണ് കേരള പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൽ തിരുവനന്തപുരത്ത് ഒരു പാക് പൗര ഉണ്ട്. അത് തിരുവനന്തപുരം സ്വദേശി വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കുന്നതാണ്. പക്ഷേ അവർ ഇപ്പോൾ UAE-യിലാണെന്ന് ഇന്റലിജൻസ് ബ്യൂറോയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പാക് പൗരന്മാരെ സംബന്ധിക്കുന്ന വിവരമാണ് അനന്തൻ പങ്കുവച്ചത്. അപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളിൽ പെടുന്ന ആളുകൾ മടങ്ങണം, അല്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ തുടരാൻ അവസരം കിട്ടിയേക്കാം.